ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കാട്ടാളൻ റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം ഇറങ്ങിയിട്ട് 2 ദിവസത്തോളമായി. ഞാൻ ഇന്നലെയാണ് പടം കണ്ടത്. ഡയറക്ടർ പോൾ ജോർജ്, റൈറ്റർ 3 പേര് ചേർന്നാണ്. ഇതിൻ്റെ ഡയറക്ടർ പോൾ ജോർജും പിന്നെ ഇൻക്ലൂഡ് 2 പേരും വേറെയുണ്ട്. പിന്നെ മ്യൂസിക് രവി ബസ്രൂർ, സിനിമാറ്റോഗ്രാഫി റിനേറ്റീവ്, ചന്ദ്രു സെൽവരാജ് ഇവരൊക്കെ ചേർന്നാണ് ക്യാമറ കൈകാര്യം ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ പ്രൊഡക്ഷൻ ഷെരീഫ് മുഹമ്മദ്, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്. ഏതാ കന്നഡ പടമൊക്കെ KGF കാന്താരയും പിന്നെ മാർക്കോ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വലിയ ടീംസാണ് ഇതിൻ്റെ പിന്നാപ്പുറത്ത് പ്രവർത്തിച്ചേക്കുന്നതൊക്കെ വലിയ ടീംസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയെ പറ്റി പറയാനുണ്ട്. പക്ഷെ മൊത്തം എനിക്ക് തോന്നിയിട്ടുള്ളത് നെഗറ്റീവാണ്. എനിക്ക് ഒരു സീൻ പോലും, ഈ ഒരു പടത്തിൻ്റെ ഒരു സീൻ പോലും എനിക്ക് ഇഷ്ടമായിട്ടില്ല, ഒരു സീൻ പോലും. അതിൻ്റെ കാരണവും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച ഒരു കാര്യമാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം. മ്യൂസിക് ചെയ്തേക്കുന്നത് രവി ബസ്രൂർ. ഞാൻ ഇന്നലെ തന്നെയാണ് ബ്ലാസ്റ്റ് കണ്ടത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടറും രവി ബസ്രൂർ. അതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്ന മ്യൂസിക് ഉണ്ട്, കറക്റ്റ് നമുക്ക് ഓരോ സീനിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിൽ കാട്ടാളനകത്ത് രവി ബസ്രൂർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് പുള്ളിക്കാരൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ തുടക്കമായി ടൈറ്റിൽ കാണിക്കുന്ന തൊട്ട് പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ചെവി തന്നെ കേൾക്കാൻ പറ്റത്തില്ല. അതായത് ഒരു രാത്രിയിലെ സീനിൽ പോലും നല്ലൊരു BGM പോലും ഉണ്ടാക്കി ഇട്ടിട്ടില്ല. രാത്രിയിൽ എന്തിനാ BGM? ഇപ്പോൾ രാത്രി തന്നെ ആ ചീവീട് കരയുന്ന ആ ശബ്ദമൊക്കെ മാത്രം മതി ഒരു സിനിമ മുന്നോട്ട് പോകാൻ. ഇത് ആവശ്യമില്ലാതെ എന്തൊക്കെയോ കുറച്ച് മ്യൂസിക് ഞാൻ പറയാം. ഒന്ന് സീലിംഗ് ഫാനിനകത്ത് ആ ബൈൻഡിങ് പവറായ ഫാൻ കിടന്ന് കറങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, ഇങ്ങനെ കറങ്ങുന്നത്. അതിൻ്റെ ഒരു BGM ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ കടന്തൽ കൂടുണ്ടല്ലോ, കടന്തൽ കൂട് കിടന്ന് കരയുന്ന സീനുണ്ട്, അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആക്രിക്കാരൊക്കെ വരുമ്പം മൈക്കിനകത്തൂടെ ഒരു കൊളംബിക്കകത്തൂടെ വിളിച്ച് പറയുന്ന ഒരു ഇതുണ്ട്, അലൂമിനിയം പ്ലാസ്റ്റിക് ബുക്ക് വെപ്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഇതുണ്ട്. അലൂമിനിയം അവരുടെ ട്യൂണുണ്ട്, അലൂമിനിയം പ്ലാസ്റ്റിക് ബുക്ക് വെപ്രേ. അപ്പോൾ ആ ഒരു ട്യൂണ് എടുത്ത് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇരുമ്പ് മൂർച്ച വരുത്താൻ വേണ്ടി രാവത്തില്ലയോ, അതേപോലെ ഒരു സീനിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പല സീനിൽ, അതായത് ഒരാവശ്യമില്ലാത്ത സീനിൽ വരെ ഇതിനകത്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ പോൾ ജോർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് ഒരിടത്ത് പോലും എലവേറ്റ് ചെയ്യേണ്ട ഒരു മൂവ്മെൻറ്റ് പോലും ഈ ഒരു പടത്തിൽ വന്നിട്ടില്ല. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്, കുറേ ലൊക്കേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലൊക്കേഷനൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു കുട്ടി സ്റ്റോറി എന്ന് വെച്ചാൽ വിജയണ്ണനൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി സ്റ്റോറി, ഒരു ചെറിയൊരു സ്റ്റോറി ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. ഈ ഒരു സ്പോയിലറൊന്നുമല്ല. അപ്പോൾ ഇപ്പം എന്നെ നായകനാക്കി ഈ പോൾ ജോർജ് ഒരു ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടം എടുക്കുമെന്ന് വിചാരിച്ചു. അതായത് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് ആക്ടർ ആവണമെന്ന് താല്പര്യമില്ല, പക്ഷേ ആക്ടർ ആയി കഴിഞ്ഞാൽ ഞാൻ റീമേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു പടം എടുക്കും. അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. വെളിയിൽ ഉള്ള ഒരു മൊബൈൽ കമ്പനിയുടെ ഓണർ കേരളത്തിൽ വരുന്നു പ്രൊമോഷന്. അപ്പോൾ അവിടെ വെച്ച് ഒരു ലേഡിയായിട്ട് ഒരു യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി പരിചയപ്പെട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ഈ ഒരു ലേഡി എന്ന് പറയുന്നത് വില്ലന്മാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു രീതിയിൽ നായകനുമായിട്ട് ഇൻക്ലൂഡ് ആവുന്നു. ഒരു പോയിന്റിൽ എത്തിയിട്ട് വില്ലന് ഈ 2 പേരെ കൊല്ലേണ്ടി വരുന്നു. അങ്ങനെ ഈ കൊല്ലേണ്ടി വരുന്ന നായകൻ രക്ഷപ്പെടുകയും ഈ ലേഡി മരിക്കുകയും ചെയ്യുന്നു. നായകൻ രക്ഷപ്പെടുന്നു. നായകന് മെമ്മറി ലോസ് ഉണ്ടാകുന്നു. ആ മെമ്മറി ലോസ് വെച്ച് ഏതൊരു പോയിന്റിൽ എത്തിയിട്ട് ചെറിയ ഒരു പോയിന്റ് വെച്ച് പ്രതികാരം ചെയ്യുന്നു, വില്ലനുമായിട്ട് പ്രതികാരം ചെയ്യുന്നു. ഈ ഒരു സ്റ്റോറി വെച്ച് ഇത് വലിയ സ്റ്റോറിയാണ്, വലിയൊരു സ്റ്റോറിയാ. ദൃശ്യത്തിൻ്റെ കൂട്ട് ഇന്ത്യ പാൻ ഇന്ത്യ ആയിട്ട് റീമേക്കിനൊക്കെ പോയ സിനിമയാണ്. പക്ഷേ അത്യാവശ്യം കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് തമിഴിൻ്റെ ഏഴയിലത്ത് ഒരു പടം വന്നിട്ടില്ല. അല്പം 1% ഒപ്പിച്ച് വെച്ചേക്കുന്നത് ഹിന്ദിയിലെ പടമാണ്. ഹിന്ദിയിൽ അമീർ ഖാനാണ് ഈ പടം ചെയ്തേക്കുന്നത്. അതേപോലെ എന്നെ വെച്ചൊരു പടം ചെയ്ത് എങ്ങനെ ഇരിക്കും ഈ പോൾ ജോർജ്, എന്നിട്ട് അത് ജഗദീഷിനെ വെച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണം. ഇതേപോലെയാണ് ഈ ഒരു പടം ചെയ്ത് വെച്ചിരുന്നത്. കാരണം ഇതിൻ്റെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് പുഷ്പ, KGF, സലാർ, ബാഹുബലി, ഈ പടങ്ങളെല്ലാം, കാന്താര, ഈ പടങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു പടം എടുത്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഈ ഒരു പടം കാണിച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിലും അടിച്ചു മാറ്റുന്നത് ഈ മലയാള സിനിമക്കാർ മോശമൊന്നുമല്ല. ഇതുപോലെ KGFൻ്റെ കൂട്ടൊക്കെ പല ഇൻഡസ്ട്രിയിൽ പടം വന്നിട്ടുണ്ട്. എങ്കിലും ഇതേപോലെ ഉണ്ടൊരു പടം ഇത് എടുത്ത് ഇപ്പം പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടി നമുക്കറിയാം, ചന്ദനക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നേരെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് ചന്ദനക്കടത്താണെങ്കിൽ ഇതിനകത്തൊരു ആനക്കൊമ്പ്, ഈ ഫ്ലോട്ടാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. തുടക്കം ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ 5 മിനിറ്റ് ആയിരുന്നു ടൈറ്റിൽ എഴുതി കാണിക്കണ്ടേ. ടൈറ്റിൽ എഴുതി കഴിഞ്ഞിട്ട് ഒരു സീൻ പോലും, ഞാൻ ഇതിനകത്ത് പറയാം, ഒരു സീൻ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു സീൻ പോലും. അപ്പോൾ ഇതിനകത്ത് ആന്റണി പെപ്പെ
ഈ ആന്റണി വർഗീസ് പെപ്പയാണ് ഇതിൻ്റെ നായകനായിട്ട് വന്നിട്ടുള്ളത്. പെപ്പയ്ക്ക് ഈ റോള് ചേരത്തില്ല. പെപ്പയ്ക്ക് ഈ ഒരു റോൾ ചേരണമെങ്കിൽ തന്നെ ഇപ്പോൾ അറിയാം, ഒരു സ്റ്റാർഡം എലവേറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഒരു സ്റ്റാർഡം കിട്ടണമെങ്കിൽ ആ ഒരു പടം താങ്ങി നിർത്താൻ ഒരു ഇത് വേണം. അത് ഈ പെപ്പയ്ക്ക് പറ്റിയിട്ടില്ല. പിന്നെ സ്വാഗതമില്ല. ഈ ഒരു പടത്തിൽ മാസ് സീനൊക്കെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും പെപ്പയെ കൊണ്ട് പറയുന്നത്. പെപ്പയ്ക്ക് ചേരുന്ന എന്തുവെന്ന് വെച്ചാൽ ഒരു നാടൻ തല്ല്. അതായത് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ജല്ലിക്കട്ടിനകത്തും RDXനകത്തും പിന്നെ അജഗജാന്തരം, എനിക്ക് പെപ്പയുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിനകത്തൊക്കെ കാണുന്ന നാടൻ തല്ലിൻ്റെ കൂട്ട് ഒരു പടം എടുക്കുകയാണെങ്കിൽ അത് പെപ്പയ്ക്ക് ചേരും. പെപ്പയുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ KGF ഫസ്റ്റിനകത്ത് റോക്കി ബൈ തൂക്കിയിട്ട് ഇരിക്കുന്നില്ലയോ, ആ ഫൈറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഫൈറ്റൊക്കെ ഇതിനകത്ത് എന്തോ ബോറായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഫൈറ്റ് ചെയ്തേക്കുന്നത് ആക്ഷൻ സന്തോഷാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. വളരെ മോശം ഫൈറ്റ്. ഇപ്പം ഈ ഫൈറ്റൊക്കെ പണ്ടേ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. ഈ സ്ലോ മോഷൻ സ്പീഡ് മോഷൻ ആയിട്ടുള്ള ഫൈറ്റ് പണ്ടേ കളഞ്ഞിട്ടുള്ള ശങ്കറാണ് ഈ ഒരു ആക്ഷൻ മൂഡ് ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. അയക്കകത്ത് നമ്മുടെ വിക്രം ഈ തലയിൽ ചാക്കിയിട്ടുണ്ട് ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അയ്യൊക്കെ ഞാൻ ഫസ്റ്റ് കണ്ടതാണ്. ആ ഫൈറ്റിനകത്ത് സ്ലോ മോഷൻ സ്പീഡ് മോഷൻ നല്ല മീറ്റർ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജില്ലയ്ക്കകത്ത്, അതൊക്കെ 10 വർഷം മുന്നേ ഇറങ്ങി പടം. ആ ജില്ലയ്ക്കകത്ത് വരെ അത് കുളമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ പറയണ്ടോ, ഇതിനകത്തൊക്കെ ഒരു ഫൈറ്റ് കിട്ടണമെങ്കിൽ അത് നമുക്ക് ഇടി കൂടുവാന്ന് തോന്നുന്നില്ല. അതാണ് മെയിൻ കുഴപ്പം. പിന്നെ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കത്തുള്ളത്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അല്ല, ഇത് ഏറ്റവും കൂടുതൽ ചോര കാണിക്കുകയാണെങ്കിൽ സെൻസർ ബോർഡ് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്. പക്ഷേ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം മറ്റേ കില്ല് ഇതൊക്കെ കാണുവാണെങ്കിൽ പച്ചയ്ക്ക് വെട്ടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് സർട്ടിഫിക്കറ്റ്. ഇതിനകത്ത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒരാവശ്യമില്ല. തെലുങ്ക് ആക്ടർ സുനിലാണ് ഇതിനകത്ത് വേറൊരു വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരു കോമഡി പീസ് വില്ലൻ. സുനിലിൻ്റെ പഴയ ഒരു മൂഡും കാണിക്കുന്നുണ്ട്, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഒരു സുനിൽ തെലുങ്കിലൊക്കെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുഷ്പയ്ക്കകത്ത് വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് സുനിലിനെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. ഈ വില്ലത്തരം കാണിക്കുമ്പം ചിരിയാണ് വന്നിട്ടുള്ളത്. കബീർ ദുഹാൻ സിംഗ് ആണ് വേറൊരു വില്ലൻ. രണ്ട് റോളിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടും ബോറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ മലയാളത്തിൽ തന്നെ നല്ല നല്ല ആക്ടർമാരുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ വേറെ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും അല്ല ഹിന്ദിയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കോമാളിത്തരം കാണിച്ചു കൊടുക്കുക. പിന്നെ ഇന്റർവെല്ല് സീനിൽ ഒരു പഞ്ചില്ല. ഇന്റർവെല്ലിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ചില ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ പല സീനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തമില്ലാത്ത രീതിയിൽ ആ ഒരു പരിപാടിയൊക്കെ വിടാറായില്ലേ. പെപ്പയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സിനിമ മാറ്റിപ്പിടി. ഇപ്പം ആക്ഷൻ തന്നെ ചെയ്താലേ കുഴപ്പമുള്ളൂ. വേറെ ഏതൊക്കെ തീമുണ്ട് അതൊക്കെ തീമൊക്കെ ഒന്ന് മാറ്റിപ്പിടി. ഒരു ഭാഗം തന്നെ പിടിച്ചു. ഇപ്പോൾ ഇതൊക്കെ കണ്ട് വെറുത്ത് തുടങ്ങി. എനിക്കിപ്പം ഈ ഇതുപോലത്തെ പെപ്പയുടെ ഇതുപോലത്തെ പടങ്ങൾ കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇന്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് തുഷാര വിജയനൊക്കെ വരുന്നുണ്ട്. ശ്രീലങ്കയിലൊക്കെ ചാടി ഒക്കെയാണ് വരുന്നത്. മൊത്തം കാട്ടി നടക്കുക. പിന്നെ നടക്കുന്നത് മൊത്തം അപരാധം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സീൻ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ BGM. അങ്ങനെ മൊത്തം BGM. എന്തായാലും അവസാനം വില്ലനെ കൊല്ലും. സുനിലിനെ രണ്ടാമരെ കൊല്ലുന്ന കാണിക്കുന്നുണ്ട്. സുനിലിനെ കെട്ടി തൂക്കിയിട്ട് തലേ തീ കത്തിച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. ഒന്നിനും പക്ഷേ ഒരു പഞ്ചില്ല. വെറുതെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പെപ്പയ്ക്ക് സൈസ് ഒക്കെ കുറവാണ്. സൈസ് ഉണ്ടെങ്കിലും നീളമൊക്കെ കുറവാണ്. ഇവന്മാരുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പം ചെറിയ മനുഷ്യനായിട്ടേ തോന്നുള്ളൂ. ഇവന്മാരുടെയൊക്കെ ഒരു ഇടി കൊടുത്താൽ പെപ്പ അവിടെ പടമാവും. ജഗദീഷ്, നിങ്ങൾ ഈ പടം എഡിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലയോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എവിടെ കൊണ്ടാണ് കണ്ടത്? കണ്ണുകൊണ്ടാണോ ചന്തി കൊണ്ടാണോ കണ്ടത്? അല്ലാതെ ഈ ഒരു പടമൊക്കെ കണ്ടിട്ട് ഈ പെപ്പയ്ക്ക് സ്റ്റാർട്ട് ഉയർന്നു വരുമെന്നൊക്കെ പറയാൻ ഇങ്ങനെ മര്യാദയ്ക്ക് പറയണം. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ട് പറ. ഇത്രയും പറഞ്ഞ ഒരു മര്യാദയുണ്ട്. ഇതേപോലൊക്കെ തള്ളി ഒരു മനുഷ്യനെ കൂടിയിട്ടിട്ടാൻ കൊള്ളോ. പിന്നെ പെപ്പയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ദൃശ്യത്തിലുള്ള ഫാൻസുകാരാ ഇത് ഡീഗ്രേഡ് ചെയ്യുന്നത്. മലയാളികൾ ഒരിക്കലും നല്ല പടത്തിനെ കളയത്തില്ല. നല്ല പടം ഈ പടം നല്ലതാണെങ്കിൽ മലയാളി സപ്പോർട്ട് ചെയ്തേനെ. ഈ പടം ഏകദേശം എനിക്ക് തോന്നുന്നു തിയേറ്ററിലൊക്കെ വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കാണാൻ പോയപ്പം വലിയ ആൾക്കാരൊന്നുമില്ല. ഒരു വരിയിലെ ആൾക്കാരേ ഉള്ളൂ. അത്രയും ആൾക്കാരേ ഉള്ളൂ. പടം ഏകദേശം വാഷ് ഔട്ടിൻ്റെ വക്കിലായിട്ടുണ്ട്. ഇതിനകത്ത് മാർക്കോ യൂണിവേഴ്സിന് വേണ്ടി ഒരു ടാലൻ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു വില്ലൻ തരം കാണിക്കാൻ വേറെ ഉള്ള വരുന്നുണ്ട്. അതായത് സുനിലിൻ്റെ വേറൊരു വേർഷൻ. ഇത് ശ്രീലങ്കയിൽ കൊളംബോ ആയിട്ട് അവസാനം കാണിക്കുന്നത് കൊളംബോയെന്ന് തോന്നുന്നു. ആ കൊളംബോയ്ക്കകത്ത് ഒരു വില്ലൻ ആരാന്നറിയോ? തമിഴിലെ ലോകേഷ് കനകരാജ്. അതായത് ഈ ഒരു പടത്തിന് കാട്ടാളൻ എന്ന് പേരിട്ടത് എനിക്ക് തോന്നുന്നു ഈ ലോകേഷ് കനകരാജിൻ്റെ ലുക്ക് കണ്ടിട്ടാണ് തോന്നുന്നത്. അസലൊരു പിച്ചക്കാരൻ തന്നെ, കറക്റ്റ് ഒരു പിച്ചക്കാരൻ. അത് ഈ ഒരു ആദ്യത്തെ ഷോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കോട്ടൊക്കെ വെളുത്ത കോട്ടാണ്. വെളുത്ത കോട്ട അവിടെ അങ്ങോട്ട് ഉണക്കാനിട്ടേക്കുവാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നാണ് അത് ലോകേഷ് കനകരാജ് മനസ്സിലായി. കാരണം ഞാൻ പറയാം, ഒരു അലവലാതി ലുക്ക്. ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ബേസിൽ നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരു ഡയറക്ടറാണ്. അയാൾ തന്നെ തുടങ്ങി വെച്ച വിക്രം ഉണ്ട്, കൈദി, ലിയോ, LCU യൂണിവേഴ്സ്, മറ്റേ റോളക്സ്, ഇതൊക്കെ പടങ്ങളൊക്കെ ചെയ്ത പുള്ളിക്കാരൻ വേറെ ലെവലാണ്. ഈ അറിയാൻ വയ്യാത്ത പണിയൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്യാനാണ്?
ഈ ആദ്യത്തെ ഇൻട്രോ തന്നെ കണ്ടിട്ട് ചിരിയ വന്നിട്ടുള്ളത്. അത് പുള്ളിക്കാരനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ചിരിയാ വരുന്നത്. ഒരു കാട്ടാളെ ലോകേഷ് കനകരാജിന്റെ ലുക്കിനനുസരിച്ചുള്ള പേരാണ് ഈ സിനിമയ്ക്ക് ഇട്ടേക്കുന്നത്. മൊത്തത്തിൽ നിരാശ തന്ന ഒരു പടം കൂടിയാണ് കാട്ടാളൻ. എല്ലാം കൊണ്ടും ഒരു സീൻ പോലും എനിക്ക് സാധാരണ ഒരു സിനിമ കാണുമ്പോൾ, ഞാൻ ഇതുപോലെ വേറെയും സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഒരു സിനിമ കാണുമ്പോൾ ഇച്ചിരിയെങ്കിലും നല്ല ഭാഗങ്ങൾ കാണും. ഇത് അതൊന്നുമില്ല. അതായത് മാർക്കോയെ വയലൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വയലൻസ് 80+ ആണെങ്കിലും അത്രയും വലിയ വയലൻസ് ഒന്നുമില്ല. നോർമലി ചുമ്മാ ഒരു പുഷ്പയുടെ തീം എടുത്ത് ഒരു തട്ടിക്കൂട്ടി എടുത്ത ഒരു പടമായിട്ട്, ഒരു കാട്ടപരാധം പടം, അതാണ് കാട്ടാളൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.